തുടർന്ന് അവസരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ തന്നെ മമ്മൂട്ടി സാറിൻ്റെ കൂടെ തന്നെ തുടർന്ന് അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ശരിക്കും ആ പടത്തിലേക്കുള്ളൊരു വിളി വരുന്നത്? ടിക്ടോക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടാണ് വിളി വരുന്നത്. എല്ലാത്തിലും പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് നേരത്തെ തൊട്ട് നമ്മൾ ഈ ടിക്ടോക്കിലുള്ള സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, സുനിൽ രാജ് എടപ്പാളെന്ന്. അദ്ദേഹമാണ് മറ്റേ നമ്മുടെ കുഞ്ചാക്കോവിൻ്റെ ഒക്കെ പുള്ളി ചെയ്യുന്നത്. പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് തന്നെ വിളിക്കുമായിരുന്നു. ഇങ്ങനെ സ്റ്റേജ് ഷോ അല്ല ചെയ്യും, നമ്മൾ ഈ TV ഷോയിലൊക്കെ കാണാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി വിളിച്ചായിരുന്നു. അപ്പോൾ പൊതുവേ ഞാൻ അങ്ങനെ പോകാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുകൊണ്ടല്ല, നമുക്ക് ബോഡി ആയിട്ട് അത്ര ഒരു മാച്ചിങ് അല്ല. അദ്ദേഹം നടക്കുന്ന പോലെയൊക്കെ അങ്ങനെ അനുകരിക്കുക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാനത് സ്നേഹപൂർവ്വം നിരസിക്കുമായിരുന്നു. കാരണം 1-2 ഞാനത് ചെയ്തു നോക്കിയിട്ട് എനിക്ക് അത്ര വലിയൊരു സുഖമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് സ്നേഹപൂർവ്വം നിരസിക്കും. അപ്പോൾ പുള്ളിക്ക് തന്നെ ഒരു ഇതായി, 1-2 പ്രാവശ്യം വിളിച്ചപ്പോഴത്തേനും പിന്നെ അവനിങ്ങനെ വരാൻ ചാൻസസ് ഇല്ല എന്നൊരു തോന്നൽ പുള്ളിക്ക് തോന്നിക്കണം. അത് ഈ പറയുന്നത് ഒരു ഫേഷ്യൽ സിമിലാരിറ്റി ഉണ്ട് മമ്മൂക്കയുമായിട്ടെന്ന് ആദ്യമായിട്ട് പറയുന്ന ആരാണ്? നമ്മൾ ഈ ടിക്ടോക്ക് വീഡിയോസിൽ നമ്മൾ കുറേ വീഡിയോസുകൾ നമുക്ക് അല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുമായിരുന്നല്ലോ. നമ്മൾ നേരത്തെ ഇത് കണ്ടിട്ട് കുറേ അഭിനയിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറേ വീഡിയോസുകൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒരു മമ്മൂക്കയുടെ ഒരു സോങ് കണ്ടു, അത് വേറൊരാൾ ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അതുപോലെ ഒന്ന് അനുകരിച്ചാൽ കൊള്ളാമെന്ന് എനിക്കും തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് അനുകരിച്ച് നോക്കിയപ്പോൾ അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ സാധനം നല്ല റീച്ചായി. അപ്പോൾ എനിക്ക് തോന്നി മിക്കവാറും അതേ രീതിയിലുള്ള വീഡിയോസ് കണ്ടു കഴിയുമ്പോഴത്തേനും ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടുന്നു, പിടിപിടിന്ന് റീച്ചായി. അങ്ങനെ റീച്ച് കൂട്ടാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു കാര്യമായിട്ട് ഇങ്ങനെ മലയാളിക്ക് വിൻറ്റേജ് മമ്മൂക്കയോടുള്ളൊരു ഇഷ്ടമാണ് ചേട്ടൻ്റെ വീഡിയോസ്. ഇപ്പം പറഞ്ഞാൽ ആ ഒരു വിൻറ്റേജ് മമ്മൂക്ക ലുക്ക് ഉണ്ടല്ലോ, ആ ലുക്ക് ഭയങ്കരമായിട്ട് സിമിലറാണ്. ഇപ്പോഴത്തെ ഒരു മമ്മൂക്ക ലുക്കിനെക്കാട്ടിലും കുറച്ചുകൂടി സിമിലറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വിൻറ്റേജ് മമ്മൂക്ക ഉണ്ടല്ലോ, ആ സമയത്തെ ലുക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഈ വീഡിയോസ് കണ്ടിട്ടല്ലാണ്ട് പുറത്തുനിന്ന് ആരും എന്നോട് ഒരു അഭിപ്രായം. വീഡിയോസിലാണെങ്കിലും അവർ നമുക്കുള്ള ഒരു വിൻറ്റേജ് ലുക്ക് അതിൻ്റെ ഒരു സിമിലാരിറ്റി. അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സിമിലാരിറ്റി, അദ്ദേഹത്തിൻ്റെ ആ മമ്മൂട്ടി സാറിൻ്റെ ഒരു സിമിലാരിറ്റി പിടിച്ചാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം പോലെ നടക്കുക, അദ്ദേഹം പോലെ ഇരിക്കുക, അതിനൊരു ചിന്താഗതി ഒന്നും നമുക്കില്ല. അങ്ങനെ തന്നെയല്ല, അങ്ങനെയൊന്നും ശരിയല്ല, പോസിബിളും അല്ല. അല്ലല്ല, അത് അദ്ദേഹത്തെ പോലെ അദ്ദേഹം ഉണ്ട്, വലിയൊരു ഇതായിട്ട് അദ്ദേഹം തന്നെയുണ്ട്. കാരണം നമുക്ക് അഹങ്കരിക്കാൻ പാകത്തിന് ഒരു മെഗാസ്റ്റാറായിട്ട്, നമ്മുടെ സ്വന്തം മെഗാസ്റ്റാറായിട്ട് അദ്ദേഹം അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ചെറിയൊരു ഇതായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഡൈഹാർഡ് മമ്മൂക്ക ഫാനാണ്, കാരണം സംസാരിക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര മമ്മൂക്ക ഫാനാണ്. കാരണം ചെറുതിലേ തൊട്ട് മമ്മൂക്കയുടെ ഒരു ഫാനാണ്, സാറിന് ഭയങ്കര ഫാനാണ്. അതിപ്പോഴും ഇപ്പോഴും അതുപോലെ തന്നെയാണ്. കാരണം വെച്ചാൽ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ രേഖാചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ നടപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ അറിയാം. കാരണം വെച്ചാൽ അത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മളത് ചെയ്യുന്നത്. കാരണം അദ്ദേഹമായിട്ട് ചെയ്യുമ്പം ഒരു മൈന്യൂട്ട് പോലും കുറയാനോ കൂടാനോ പാടില്ല, ഒട്ടും പാടില്ല. കാരണം വെച്ചാൽ ഏതൊരു കുഞ്ഞു കുട്ടിക്കും അറിയാവുന്ന ഒരാളാണ്, ഒരു മഹത് വ്യക്തിത്വമാണ് പുള്ളിക്കാരൻ. അപ്പോൾ അതിനനുസരിച്ച് അത്രയും വലിയൊരാളെ ചെയ്യുമ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു കാതോട് കാതോരം എന്ന പടത്തിൻ്റെ റെഫറൻസിലാണല്ലോ ആ ഷൂട്ട് നടക്കുന്നത്. അപ്പം ആ സിനിമ പ്രത്യേകിച്ച് കണ്ട് അതിൻ്റെ ഈ ജസ്റ്റേഴ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അങ്ങനൊരു പഠനം നടത്തിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ കാതോട് കാതോര സിനിമയല്ലത്. ശരിക്കും പറഞ്ഞാൽ കാതോട് കാതോര സിനിമയുടെ പിന്നാമ്പുറത്തുള്ളൊരു കഥയാണ് സിനിമ. ഷൂട്ട് നടക്കുന്ന ലൊക്കേഷൻ്റെ അന്നേരം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ മമ്മൂക്ക എങ്ങനെയാണോ, സാർ എങ്ങനെയാണ് എന്ന് നോക്കി പഠിക്കുക വേണ്ടത്. സിനിമയിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയമാണ് കൂടുതലും. അപ്പം സാറ് റിയൽ ലൈഫിൽ എങ്ങനെയാണെന്നുള്ള ഒരു പഠനമായിരുന്നു ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോരോ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പിങ്സ്, നമ്മൾ പഴയ ഒരു 80-85 കാലഘട്ടത്തിലെ വീഡിയോസുകളുണ്ടല്ലോ, ഈ ദൂരദർശനിലൊക്കെ വരുന്ന വീഡിയോസുകൾ, അതായിരുന്നു കൂടുതൽ റെഫറൻസിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നടപ്പും കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തുള്ള ഇരുത്തം, നടത്തം, പിന്നെ അതുപോലെ കൈയും കേട്ടിട്ട് കാണിക്കുന്ന ആക്ഷൻസ് കുറേ നമ്മളത് പഠിച്ചത് ഒരു ഇതുവരെ ഞാൻ നേരത്തെ കണ്ട മമ്മൂക്കയിൽ നിന്ന് ഈ പഠനം, ഈ ജസ്റ്റേഴ്സ് പഠിച്ചപ്പോൾ കണ്ട ഒരു ഡിഫറൻസ് മമ്മൂക്കയിൽ ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഈ സാധനം ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ചിലപ്പം ഒരു കൈയുടെ ആക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ ചുണ്ട് കടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആക്ഷൻ ഇപ്പം ഈ ക്യാരക്ടർ പഠിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് കത്തിയത് എന്ന് തോന്നിയൊരു ജസ്റ്റ് അത് ഡ്രസ്സ് വലിച്ചിരുന്ന ഒരു സീനുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സീനായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമായതാണ്. പിന്നെ എനിക്കതിനകത്ത് കൂടുതലായിട്ടും ഒരു ഇഷ്ടം തോന്നിയൊരു സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആ പാട്ട് പാടുന്ന രംഗത്ത് അടുത്തേക്ക് വരുന്ന സീനിനേക്കാളും കൂടുതലായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്, നമ്മൾ ആ സ്ക്രീനിൽ, വലിയൊരു സ്ക്രീനിൽ ഞാൻ കാണുന്നത് അദ്ദേഹത്തെ തന്നെയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചൊരു ഇതാണ്. കാരണം അവർക്ക് ഇത് സംശയം തോന്നാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടി സാറിൻ്റെ ഒരു പകുതി പോർഷൻ വെച്ചാൽ കൈയുടെ ഒരു പോർഷൻ ഇങ്ങനെ നടന്നു വരുന്നൊരു സീനുണ്ട്. അത് ശരിക്കും ആ ഒരു ഫീൽ അത് തരാൻ സാധിച്ചിട്ടുണ്ടെന്നാണ്. ചെറിയൊരു സീക്വൻസ് ആണ് അത്. ഞാനത് നോക്കി കറക്റ്റാണത്.
അപ്പോൾ ആ കൈയുടെ ആദ്യമേ ആൾക്കാരിലേക്ക് ഇംപ്രസ് ചെയ്ത സാധനം ആ കൈയുടെ ഷോട്ടും കൈ കാണിക്കുന്ന ഷോട്ടാണ്. നമ്മൾ കൈ കാണിക്കുന്ന ഒരു രീതിയിലാണ്. ഇതൊക്കെ എങ്ങനെ അത് കൃത്യമായിട്ട് പഠിച്ചത്? അത് ഞാൻ ഡയറക്ടർ ജോഫിൻ സാറിനെ ആദ്യം കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, സുനിൽ രാജ് ഇങ്ങനെ എന്നെ വിളിച്ച് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് വലിയൊരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തത് ശരിയാവില്ല, കാരണം വെറുതെ ഞാൻ ഏറെ കയറി നിൽക്കും, കാരണം വെറുതെ പോയി നാണം കിടേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനത് അത് വേണ്ട, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചെന്ന് നോക്ക്, ഞാൻ വേറെ ആളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ചെന്ന് ഭാസ്കർ എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സുമേഷ് അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അപ്പോൾ പുള്ളിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് പുള്ളി ഒന്ന് വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ സുമേഷ് വിളിച്ച് കഴിഞ്ഞാൽ സുമേഷ് വിളിക്കുന്ന കാര്യം പറഞ്ഞു, ഇച്ചിരി വണ്ണം കൂടുതലാണ്, അപ്പോൾ അതിനനുസരിച്ച് മുഖത്തിൻ്റെ സംഭവം നമുക്ക് കുഴപ്പമില്ല, എങ്ങനെ ചെയ്യാം. അപ്പോൾ വണ്ണം കൂടുതലുള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് ശരിയാവുമെന്ന് എനിക്ക് ജസ്റ്റ് ഞാൻ വരാം. ഞാൻ അവിടെ നമ്മുടെ കലൂരുള്ള കെൻറ്റിൻ്റെ ഫ്ലാറ്റിൽ ചെന്നു, അവിടെ എല്ലാവരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ചെന്നു, അവരെ കണ്ടപ്പം ശരിയാണ്, വണ്ണം കൂടുതലുണ്ട്, നല്ലോണം തടിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്, ഡയറക്ടർ ജോഫിൻ സാർ പറഞ്ഞു വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യും, നമുക്കൊന്ന് നോക്കാം, ഒന്ന് വണ്ണം കുറച്ചിട്ട് വരും എന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ല, ഒന്ന് വണ്ണം കുറച്ചിട്ട് വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്രയും പൊക്കമുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ബോഡി മാച്ച് ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നും തന്നെയില്ല. അപ്പോൾ നേരെ ഞങ്ങൾ ചെന്നിട്ട് പിന്നെ ആ വണ്ണം കുറയ്ക്കാനല്ല, അപ്പം നമുക്ക് സിനിമയിൽ ഒരു ചാൻസ് കിട്ടുക. ചെറുതിലേ തൊട്ടുള്ളൊരു ആഗ്രഹമാണ് നമുക്കൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്കൊരു സിനിമയിൽ കയറുക, സിനിമാക്കാരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആഗ്രഹം നമുക്ക് ഭയങ്കരമായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്തും ചെയ്യാൻ തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡെല്ലാം വളരെ കൺട്രോൾ ചെയ്ത്, വളരെ വെച്ചാൽ നല്ലോണം കൺട്രോൾ ചെയ്തിട്ടാണ് നമുക്കത് അതിനകത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. അങ്ങനെ ഒരു 10-30 ദിവസം കൊണ്ട് അത് സംഭവം സാധ്യമായി. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം ചെന്ന് കാണുമ്പോൾ ഒരു ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നടക്കുന്നത് ശരിയാകുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആക്ഷനും കാര്യങ്ങളും ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ അത് വളരെ നിരാശാജനകമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ നടക്കുന്നതൊക്കെ വളരെ ബോറായിട്ട് തന്നെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയല്ല അത് വേണ്ടത്, കാരണം ആക്ഷൻ നമുക്കറിയില്ലല്ലോ എന്താണ് എന്ന് പറഞ്ഞ സാധനം. അത് തന്നെ അതറിയത്തില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമുക്ക് മമ്മൂക്കാനെ വേണം, മമ്മൂക്കാനെ ആയിട്ടാണ് വേണ്ടത്, അല്ലാണ്ട് നമ്മൾ മിമിക്രി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ കാണുന്നവരെ മമ്മൂക്കാനെയല്ല വേണ്ടത്, റിയൽ ലൈഫിൽ മമ്മൂക്കാനെയാണ്, മമ്മൂക്കയായിട്ട് തന്നെ ആയിട്ട് തന്നെ വേണം ആൾക്കാർക്ക് തോന്നാനായിട്ട്. അദ്ദേഹത്തിൻ്റെ വാക്ക് ശരിക്കും അപ്പം ഇനി ഓർത്ത് എന്തായാലും നോക്കാം, ശ്രമിച്ച് നോക്കാം. നമുക്കത് ഒരു വെല്ലുവിളിയാണ്. അതന്നെ, അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ചാൻസസ് എന്ന് പറയുന്നത് ഭീകരമാണ്. അതെ അതെ. അപ്പം ഞാനത് ഭയങ്കരമായിട്ടത് ഞാൻ ഓർത്ത് അന്നേരം ഏറ്റെടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം എന്ന് ഓർത്തു. അങ്ങനെ അന്നൊരു കാര്യം ചെയ്ത് നമുക്ക് ഒരാളെ കൂടെ കൂട്ടിലുണ്ടാകാം. അപ്പം ഞാൻ പുള്ളി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ്, അപ്പോൾ കൂടുതൽ അഭിനയത്തെക്കുറിച്ച്, അപ്പം എനിക്ക് അഭിനയത്തിനെ കുറിച്ച് ഞാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഇതിനെക്കുറിച്ച് ഒരാൾ നമ്മളെ നോക്കി പഠിക്കാനും അല്ലെങ്കിൽ നമ്മളെ നോക്കി നമ്മുടെ അതന്നെ. അപ്പോൾ നമ്മുടെ അരുൺ പാവമ്പ എന്ന് പറഞ്ഞ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും. ഏറ്റവും വെച്ചിട്ട് പുള്ളി തുടക്കം തൊട്ട് അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് നമ്മൾ നടക്കുന്നതിൻ്റെ കാര്യങ്ങൾ തെറ്റുകുറ്റങ്ങളെല്ലാം പറഞ്ഞ് അതൊന്ന് ക്ലിയറാക്കി ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തെ വീണ്ടും ഒന്ന് കണ്ടു, ഡയറക്ടർ സാറിനെ വീണ്ടും ഒന്ന് കണ്ട് അദ്ദേഹത്തിന് നടപ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഓക്കെ നമുക്ക് ചെയ്യാം. എന്നാലും നമുക്ക് വിശ്വാസക്കുറവാണല്ലോ, എത്രത്തോളം ഇതാകും എന്ന് നമുക്കറിയത്തില്ലല്ലോ. നേരെ ഒന്ന് ഷൂട്ട് തുടങ്ങി വെച്ചാൽ ഫസ്റ്റ് ഇത് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ സെറ്റിലുണ്ട്, ഒരുപാട് 350-500 ആൾക്കാരുണ്ട്, 2 സിനിമയുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് വെച്ചാൽ പഴയ 85 കാലഘട്ടത്തിൽ കുറേ വിൻറ്റേജ് വണ്ടികളും കാര്യങ്ങളും എല്ലാം ഭയങ്കര വലിയ സെറ്റ്. അപ്പോൾ നിൻ്റെയാണ് ഷോട്ട് ആദ്യം. അന്നേരം തന്നെ ഒന്ന് തകർന്നു, ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് അന്നേരം തന്നെ തകർന്നു. പിന്നെ അവിടെ ചെന്നിട്ട് ഫുള്ള് മീശയൊക്കെ പിടിച്ച് കളഞ്ഞ് ഒരു വിഗൊക്കെ ആയിട്ട് അദ്ദേഹത്തെ പോലെ, അതായത് ആ ഒരു ലെവലിൽ അദ്ദേഹത്തെ പോലെ ക്രിയേറ്റ് ചെയ്യാൻ ഫേസ് മാത്രമേ ഉള്ളൂ, ബാക്കി ബോഡി എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഒരു 10 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് കൂടെ നടന്നു നോക്കും എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. കുറച്ച് സമയം ഉണ്ടെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തെ പോലെ നടക്കാനും ഇരിക്കാനും എല്ലാം ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു സമയത്തെല്ലാം ഞാൻ അങ്ങനെ, കാരണം ഫുള്ള് ചിന്ത ഇത് മൊത്തം ഇത് മാത്രമായിരുന്നു ഇത് ചിന്ത ആയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഫസ്റ്റ് ഷോട്ട് എടുത്തു. ഫസ്റ്റ് ഷോട്ട് അത് മറ്റേ ഇൻ്റർവ്യൂവിൻ്റെ അവിടെ ഇരിക്കുന്നതായിരുന്നു, അത് കയറി പോകുന്ന കൈയും കാലൊക്കെ കടന്ന് ഇങ്ങനെ നടന്ന് വിറയ്ക്കുക. കാരണം ഒരുപാട് ആളുകളുണ്ട്, ആളുകളെ കണ്ടിട്ടല്ല നമുക്ക് വിറയ്ക്കുന്നത്. കാരണം ഞാൻ ഒരു പ്രൊഫഷണൽ നാടക ആർട്ടിസ്റ്റാണ് നേരത്തെ തൊട്ട്. ആളുകളെ കണ്ടിട്ടല്ല, ഇതെങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ലാസ്റ്റുള്ള സംഭവം എന്നറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എത്ര പേടി വന്നത്. എന്നിരുന്നാലും കുഴപ്പമുണ്ടായില്ല, സംഭവം ആദ്യത്തെ ഇത് തന്നെ ക്ലിക്ക് ചെയ്തു, കുഴപ്പമുണ്ടായില്ല. അതുകൊണ്ട് ഇതിൻ്റെ കോൺഫിഡൻസ് വന്നു. അങ്ങനെ പിന്നെ തുടർന്ന് അത് ചെയ്യാൻ തുടങ്ങിയത്. ആ ഷോട്ട് ഫസ്റ്റ് എടുത്തതിന് ശേഷം അത് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ ചെയ്യുമ്പോൾ ജോഫിൻ സാർ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം നമ്മളെ അടുത്ത് വിളിച്ചിട്ട് സ്ക്രീനിൽ കാണിച്ചു തരും
ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഫാൾട്ടുകൾ ഇങ്ങനെയാണെന്ന് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് എന്താണ് തെറ്റ്, അപ്പോൾ നമുക്ക് ആ തെറ്റ് തിരുത്താനായിട്ടുള്ള ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ അതിനകത്തൊരു ഇതുണ്ടെന്നുള്ളതുകൊണ്ടാണ് പുള്ളി അത് കൊണ്ടേ കാണിച്ചു തരുന്നത്. അത് പുള്ളി അത് സ്നേഹത്തോടെ നമ്മൾ അടുത്ത് വിരിച്ചിരുത്തി അത് കാണിച്ചിരുന്നത് ഇതാണ് ഇതിന്റെ ഫോൾട്ട്, ഇതൊന്നും മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്കും കൂടുതലായി പ്രചോദനമായി. കാരണം നമ്മൾ കാണാതെ അല്ലല്ലോ ചെയ്യുന്നത്, കണ്ടു അപ്പോൾ അതിന് തെറ്റിയതാണ് കറക്റ്റ്, ആ ഒരു സാധനം നമ്മളത് ആ കറപ്ഷൻ നമ്മൾ മാറ്റിയെടുക്കും. അങ്ങനെ അത് കൂടുതൽ. അപ്പോൾ ഞാൻ ഡൗട്ട് വെച്ചിട്ട് ഇത് അവസരങ്ങൾ അത് തന്നെയായിട്ട് വരുന്നുണ്ടോ? തുടർന്ന് അവസരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ തന്നെ മമ്മൂട്ടി സാറിൻ്റെ കൂടെ തന്നെ തുടർന്ന് അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്വിങ്കിളായിട്ട് തന്നെ അഭിനയിക്കാൻ വരും എന്നാ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ലുക്മാൻ്റെ കൂടെ നേരെ ഓപ്പോസിറ്റ് ഒരു വില്ലൻ വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ പടം എന്തോ പകുതിയപ്പോഴത്തേനും അതെന്തോ പ്രശ്നമായത് നിന്ന് പോയി. ഓക്കെ, അപ്പോൾ ഇനി ട്വിങ്കിൾ സൂര്യയായിട്ട് തന്നെ നമുക്ക് കാണാം തീർച്ചയായിട്ടും. അതുപോലെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും, ഇത് അഭിനയിച്ചതിന് ശേഷം മമ്മൂക്ക ഇത് കണ്ടിട്ട് എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ ആൾക്കാർ ഇപ്പം ഒരു നല്ലതായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനൊരു കാണുകയോ അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു എസ് ഇല്ലെങ്കിൽ ഇത് നടക്കില്ല. പറഞ്ഞിട്ടുണ്ട്. ഇത് കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം എസ് പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണല്ലോ പടത്തിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. അതുകൊണ്ട് എസ് പറഞ്ഞപ്പോൾ ഇനി അതിൽ കൂടുതൽ വേറെ ഒന്നും വേണ്ട, നീ വിളിക്കുക പറയോ അങ്ങനെയൊന്നും വേണ്ട. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു എസ് മതി എനിക്ക് ഏറ്റവും വലിയ അവാർഡായിട്ട്. ശരിക്കും ട്വിങ്കിൾ ചേട്ടനെ കുറിച്ചൊന്ന് പറഞ്ഞു. വീട്ടിലാരൊക്കെയുണ്ട്, എവിടെയാണ് സ്ഥലം, എന്താണ് ബേസിക്കലി ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ എൻ്റെ വീട് ശരിക്കും ഇപ്പോൾ പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ കുറുക്കുംപടി കൊമ്പനാട് എന്ന് പറയും എൻ്റെ വീട്. വീട്ടിൽ ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്, പിന്നെ അമ്മയുണ്ട്. എന്താണ് ബേസിക്കലി ഇതും ആക്ടറാണെന്ന് അറിയാം. അതിന്റെ ഞാൻ നേരത്തെ തൊട്ട് ഈ മിമിക്സ് പരേഡ് അങ്ങനത്തെ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പോകുന്നതാണ്. പക്ഷേ ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എടപ്പള്ളിയിലെ ഒരു ഹൈടെക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുമെന്ന് അറിയത്തില്ല, ചുമ്മാ ഞാൻ ചോദിക്കുകയാണ്. മമ്മൂക്കയുടെ ഫിഗർ ഉണ്ട്, മമ്മൂക്കയുടെ സൗണ്ട് എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്? ഇല്ല, ഞാനൊരു മിമിക്രിക്കാരനല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക, ഒരു നിമിത്തം പോലെ ഇതിനകത്തേക്ക് വന്നല്ലാണ്ട് നമ്മൾ മിമിക്രി ആയിട്ട് നമുക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ല. ഈ പറയുന്ന നമ്മൾ ഒരു ആദ്യമായി അഭിനയിക്കുന്ന ഒരു സംഭവം ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് കുഞ്ഞുനാളിൽ മുതൽ ആഗ്രഹിക്കുന്ന ഒരാളുടെ ഒരു വീഡിയോ, ഒരു സിനിമ റിലീസാകുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമുണ്ട്. ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഫസ്റ്റ് കണ്ടതിന് ശേഷം എന്താണ് ആദ്യം എല്ലാവരോട് പറയാൻ പറ്റിയിരുന്നു? കാരണം ഇത് റിവീൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് നമ്മൾ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ആരും വിശ്വസിക്കില്ല. നമ്മൾ ചുമ്മാ പറയാന്നുള്ളൂ. പക്ഷെ എന്തായാലും ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് ഉണ്ടെന്ന് എഴുതിയിട്ട് നമ്മൾ ഓടിച്ചത് ചാടി പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അവർ പറയണ കേൾക്കുമ്പോൾ ഇതിനകത്ത് മമ്മൂക്കനെ കാണിച്ചിട്ടുണ്ട്. നമ്മളാ ഒരു പൊതുവേ ഞാൻ ആരെയും ഇത് കളിയാക്കി പറയുന്നതല്ല, ഇന്ത്യൻ 2ഉം അതൊക്കെ കണ്ടിട്ട് കുറേ എയിൽ കണ്ടിട്ട് കുറച്ച് എന്തോ പാളിപ്പോയെന്ന് എനിക്ക് തോന്നി. അത് മൊത്തത്തിലല്ല, പാളിപ്പോയെന്ന് പറയാറുണ്ട്. അപ്പൊ ആ ഒരു ബേസ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണ്. അത് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഫസ്റ്റ് ഇപ്പം ജോഫിൻ ചേട്ടൻ ഇൻസ്റ്റയില് ഇന്നതൊക്കെ ആക്ടേഴ്സ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ഇട്ടായിരുന്നു. അതിനുശേഷം ഇവർ കണ്ടിട്ട് ഫ്രണ്ട്സ് നീ ആണോ ചെയ്തത് സാധനം എല്ലാവർക്കും ഇപ്പോഴും അത്ഭുതമാണ്. കാരണം നമ്മളെ വിളിച്ച് പറയുന്ന ആൾക്കാർക്ക് നിനക്ക് ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു നീ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ എല്ലാവർക്കും നാട്ടിൽ നിന്നാണെങ്കിലും എല്ലാ സ്ഥലത്തും നമ്മളെ വിളിച്ചിങ്ങനെ അഭിനന്ദനം അറിയിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, വിളിച്ച് അഭിനന്ദനം. അപ്പം നമ്മൾ ലോകം മൊത്തം ആരാധിക്കുന്ന മമ്മൂട്ടി സാറിൻ്റെ ഒരു ചെറിയ സാധനം ചെയ്തു വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇത്രയും ഹൈപ്പിലെത്തുന്നത് ഞാൻ സ്വപ്നം പോലും കരുതിയില്ല. കാരണം പടം ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇത് അന്നേരം ഒന്നും പറഞ്ഞില്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ യഥാർത്ഥ സമയം ഇതാണെന്ന് എനിക്ക് ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 10 ദിവസം മാറി ഇരിക്കണേ ഉടനെ എല്ലാവരും അടുത്ത മമ്മൂട്ടി പടം ഏതാണോ. ഇപ്പം പറഞ്ഞ ഒരു AI മമ്മൂക്കയിൽ നിന്ന് ട്വിങ്കിൾ സൂര്യ എന്നൊരു ആക്ടറിലേക്ക് വളരാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഈ പറഞ്ഞ പോലെ വീണ്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ട്വിങ്കിൾ സൂര്യയായിട്ട് വന്ന് നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു അവസരം ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും ചേട്ടാ. താങ്ക്സ്.